മാർപ്പാപ്പമാരെ അതായത് നമുക്കറിയാവുന്നതാണ് വലിയൊരു ചരിത്രമുള്ള തിരുസഭയുടെ മാർപ്പാപ്പയാവുക 206 ഈ സ്ഥാനത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ നിരവധിയായ അല്ലെങ്കിൽ വലിയൊരു പാരമ്പര്യം തന്നെ ഉണ്ടായ ഒരു ചരിത്രത്തിൽ നിന്നും നമുക്കറിയാവുന്നതാണ്. ഈ ലോകത്തെ രാഷ്ട്രങ്ങളും ആധുനിക ലോകക്രമവും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഒരു ആത്മീയ നേതൃത്വത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുകയും അത്തരത്തിൽ അതിനുവേണ്ടി നിലപാടുകൾ സ്വീകരിക്കുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത ഒരു മാർപ്പാപ്പമാരുടെ നിര തന്നെ ഉണ്ടായെങ്കിൽ കൂടി അതിൽ നിന്നും നിലവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കുന്നത് ഇത്തരം ഉറച്ച നിലപാടുകളാണ്. അതായത് പിഡോഫീലിയക്കായ കുട്ടികളെ ഉപദ്രവിക്കുന്ന ലൈംഗിക ചൂഷണം നടത്തിയ പുരോഹിതർക്കെതിരെ നിലപാട് സ്വീകരിക്കുക, അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിരുന്നില്ല എന്നത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. വ്യത്യസ്തങ്ങളായ നിലപാട് എന്ന് പറയുമ്പോൾ തന്നെ അത് വ്യത്യസ്തമല്ല, മറിച്ച് നീതിയോടൊപ്പം നിൽക്കലാണ്, അത് മനുഷ്യനീതിയോടൊപ്പം നിൽക്കലാണ്, മനുഷ്യന്റെ നീതിക്ക് വേണ്ടി വാദിക്കലാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും, നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, പല വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ, അത് യുദ്ധത്തിന് നേരെയുള്ള ഇടപെടലാകട്ടെ, അതുപോലെ തന്നെ മനുഷ്യന്റെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ എതിർക്കുന്ന ഒരു നിലപാടാകട്ടെ, ഉപരോധങ്ങളിലൂടെ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ചില ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളാകട്ടെ, ഇതിനെല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടിലേക്ക് പോകാനുള്ള ഉറച്ച മനസാന്നിധ്യം അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2013 അധികാരത്തിലേറിയ അല്ലെങ്കിൽ സ്ഥാനമേറ്റെടുത്ത ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇത്തരത്തിൽ ക്രമപ്പെടുത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മനോഹരമായ നീതിബോധമുള്ള നിലപാടുകൾ കൃത്യമായി സ്വീകരിക്കാനുള്ള ആർജവം അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നേടിയെടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത് ആർജിച്ചുകൊണ്ടേയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പലതവണ നമ്മൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഇറാഖിലെ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇറാഖ് സന്ദർശിക്കുകയും അദ്ദേഹത്തിന് നേരെ ബോംബാക്രമണം പോലും ഉണ്ടായി എന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ മാത്രം അത് പ്രഖ്യാപിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ തുറന്നു പറയുകയും ചെയ്ത ഒരു ചരിത്രം. അത്തരത്തിൽ പ്രശസ്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഗണനകളോ അല്ല പ്രധാനമായും നോക്കിക്കാണേണ്ടത്, മറിച്ച് തനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്, ഇത് ആത്മീയ നേതൃത്വം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് എന്ന ഉറച്ച മനസാന്നിധ്യത്തോടെ പറയാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു, പ്രവർത്തിക്കാൻ സാധിച്ച വ്യക്തി കൂടിയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അദ്ദേഹം വളരെ ചെറിയ ശബ്ദത്തിൽ വിശ്വാസികളോടായി വളരെ ചെറിയ ശബ്ദത്തിൽ സന്ദേശം നൽകുമ്പോഴും സ്നേഹത്തിന്റെ സന്ദേശം നൽകാനാണ് അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് എന്നതാണ്. അത്തരത്തിലുള്ള നിരവധിയായ നിലപാടുകൾ തന്നെയായിരുന്നു മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കിയിരുന്നത് എന്നതാണ് ഒരു യഥാർത്ഥ വശം. അതായത് മാർപ്പാപ്പ നമുക്കറിയാവുന്നതാണ്, എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുക എന്നതിനപ്പുറം പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഉറച്ച മനസ്സോടെ പ്രതികരിക്കുക, അതിൽ മനുഷ്യപക്ഷത്ത് നിന്ന് മനുഷ്യന്റെ നീതിക്ക് വേണ്ടി, മനുഷ്യന് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി കൃത്യമായ നിലപാട് സ്വീകരിക്കുക എന്ന ഒരു ഉറച്ച മനസാന്നിധ്യത്തോടു കൂടിയുള്ള നീക്കങ്ങൾ തുടർച്ചയായി നടത്തിയ ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു മാർപ്പാപ്പ ഇന്ന് കാലയവനിയുള്ളിൽ മറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാലം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർത്തെടുക്കാനുള്ളത് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ആ ഉറപ്പ് തന്നെയാണ്. ഉറച്ച നിലപാടുകളുടെ ദാർഢ്യം തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാകുന്നത്. അത്തരത്തിൽ ഉറച്ച നിലപാടുകളുമായി സമൂഹത്തിന് വേണ്ടി, ദാരിദ്ര്യത്തിനെതിരായി, അല്ലെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്ന മാനവികമായതൊന്നും തനിക്ക് അന്യമല്ല എന്ന് ഓരോ തവണയും പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളിലും ഓരോ നീക്കങ്ങളിലും കൃത്യമായ ഒരു നിലപാട് അറിയിക്കാൻ സാധിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം തന്നെയായിരുന്നു മാർപ്പാപ്പ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഈ ലോകം മുഴുവനുള്ള ഒരുപാട് സഭകളുടെ, അല്ലെങ്കിൽ ഒരുപാട് കത്തോലിക്ക സഭകളുടെ നേതൃത്വത്തിൽ ഒഴിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനത്തിലും മാതൃകയാകേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ മാതൃകയായി കൊണ്ട് പ്രവർത്തിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർപ്പാപ്പയുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആത്മീയ നേതൃത്വത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടം തന്നെയാണ്. തീർത്താൽ തീരാത്ത നഷ്ടം എന്ന് തന്നെ ലോകം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ വ്യത്യസ്തത തന്നെയാണ്. കേവലം മാർപ്പാപ്പ എന്ന പദവിയിൽ ഇരിക്കുക എന്നതിനപ്പുറം മാർപ്പാപ്പ എന്ന പദവി മനുഷ്യന് വേണ്ടി പ്രയോജനപ്പെടുത്തുക, മനുഷ്യന്റെ സമാധാനത്തിനും മനുഷ്യകുലത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഉറച്ച നിലപാടുകളോടെ പോരാടുക, ആ പോരാട്ടത്തിൽ സധൈര്യം നേരിടുക, അത് സ്വന്തം ജീവനെ വെല്ലുവിളിക്കുന്നതായാൽ കൂടി പുഞ്ചിരിയോടെ നേരിടുക എന്ന് തന്റെ സ്വന്തം പ്രവർത്തനത്തിലൂടെ തെളിയിച്ച ശ്രേഷ്ഠ വ്യക്തിത്വം തന്നെയായിരുന്നു മാർപ്പാപ്പ എന്ന കാര്യത്തിലും തർക്കമില്ല. വിനോദ്. തീർച്ചയായും അദ്ദേഹം വളരെ വേറിട്ട വ്യക്തിത്വം തന്നെയായിരുന്നു. അദ്ദേഹം 89-ാം വയസ്സിൽ അദ്ദേഹം നിത്യതയിലേക്ക് കടക്കുന്നു. ഐസൻ ജോസ്, ഏറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, വളരെ ഗുരുതരമായ നിലയിൽ അദ്ദേഹം അത്യാസന്ന നിലയിലായിരുന്നു. പക്ഷേ അതിനെ
അതിൽ നിന്നൊക്കെ അദ്ദേഹം വിമുക്തനായി. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ജോർജ് കുര്യൻ. വളരെ സങ്കടകരമായ ഒരു മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു 89 വയസ്സിൽ. ഒരുപക്ഷെ അദ്ദേഹത്തെ ഭാരതം ക്ഷണിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സമയം കൂടി തീരുമാനിക്കാനുണ്ടായിരുന്നു. ഭാരത സന്ദർശനത്തിന് അദ്ദേഹം തയ്യാറാണ് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു.